ഇൻസ്റ്റ ഫോളോ ചെയ്യുന്നതൊരു പ്രത്യേകതരം സമൂഹമാണ്. ജൻ ജൻ ആൽഫ എന്നൊക്കെ പറയുന്ന യുവജന സമൂഹം. എന്നെയൊക്കെ പോലെയുള്ള ഒരു FB ഫോളോ ചെയ്യുന്ന ഒരു OG എന്ന് വിളിക്കുന്ന, അല്ലെങ്കിൽ ഓൾഡ് ജനറേഷൻ, ഔട്ട്ഡേറ്റഡ് ജനറേഷൻ എന്ന് വിളിക്കുന്ന ഒരു സമൂഹം. ഈ പാളീസായി എന്ന് പേരിട്ടത് നിങ്ങളാണ്. അതിലേക്ക് ഞാൻ വരാം. പ്രജിത്ത്, അപ്പൊ ഈ CJPയുടെ ഒരു ഇൻസ്റ്റ ഫോളോയിങ് കണ്ടിട്ട് കുറെ അധികം മാധ്യമപ്രവർത്തകരും പിന്നെ എന്തൊക്കെയോ സംഭവിക്കുമെന്നൊക്കെ സ്വപ്നം കണ്ടവരുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് വല്ല പിടിയും കിട്ടുന്നുണ്ടോ? അല്ല, അടിസ്ഥാനപരമായിട്ട് എപ്പോഴും നമ്മൾ പറയാറുള്ളത്, ആദ്യം ഈ സമരം തുടങ്ങുന്ന സമയത്ത് തന്നെ പറഞ്ഞാൽ ഗൗതം സൂചിപ്പിച്ചതുപോലെയാണ്. കാരണം ജനകീയ ജനാധിപത്യ പ്രതിഷേധങ്ങളെ, പ്രക്ഷോഭങ്ങളെ ഒരു കാലത്ത് നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം അത് ഇന്ത്യ ചരിത്രത്തിൽ അതിൻ്റെതായ നിർണായകമായ പങ്കുമുണ്ട്. ഇപ്പോൾ അടിയന്തരാവസ്ഥയ്ക്കെതിരെ ഇന്ത്യൻ മുസോളിനി ആയിരുന്ന ഇന്ദിരയ്ക്കെതിരെ ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ പൊരുതി ജയിച്ചൊരു നാടാണിത്. അപ്പോൾ സ്വാഭാവികമായും അത്തരം പ്രതിഷേധങ്ങൾ ഉണ്ടാകണം. അത് എക്കാലത്തും ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷേ അതിനിടയിൽ ഇതുപോലുള്ള കോമഡി പീസുകൾ വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ ജനകീയ പ്രക്ഷോഭങ്ങളെയൊക്കെ നമ്മൾ ഏത് രീതി കാണണമെന്നുള്ള ചോദ്യങ്ങളാവുന്നത്. അതായത് ഇപ്പോൾ എന്തായിരുന്നു ഇവരുടെ സമരത്തിൻ്റെ അല്ലെങ്കിൽ ഇവരുടെ പ്രതിഷേധത്തിൻ്റെ തുടക്കം? അതായത് ഇവരൊരു കാരണം കിട്ടാൻ കാത്തിരിക്കുകയായിരുന്നു, ഒരു പ്രതിഷേധം, ഒരു സമരം ഉണ്ടാക്കാൻ. അപ്പോഴത്തെ CBSE ഈ പറയുന്ന നീറ്റ് പരീക്ഷ പോലെയുള്ള അത്തരം പരീക്ഷകളുടെ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, ചില സാങ്കേതിക തകരാറുകൾ ഉണ്ടാകുന്നു, അവിടെ ചെറിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു. പക്ഷേ ഏതെങ്കിലും രീതിയിലുള്ള അഴിമതികളോ ആ രീതിയിലുള്ള ഒരു സ്കാമുകളോ ഒന്നും അവിടെ ഉണ്ടായിട്ടിരുന്നില്ല. ഇവിടെ ഒരു പ്രശ്നമുണ്ടായി, ആ പ്രശ്നം പരിഹരിക്കപ്പെടുകയും ചെയ്തു. അതിന് കുറച്ച് സമയമെടുത്തു എന്നുള്ളൊരു യാഥാർത്ഥ്യം അവിടെ നിലനിൽക്കുമ്പോൾ തന്നെ അത് പരിഹരിച്ചു എന്നുള്ളതാണ്. അതോടെ ആ പ്രശ്നവും കഴിഞ്ഞു. അതിൽ ബാധിക്കപ്പെട്ടിരുന്ന ആളുകൾക്ക് അവർക്ക് പ്രശ്ന പരിഹാരമായി. രക്ഷിതാക്കളും കുട്ടികളും ഒക്കെ അത് തിരിച്ചറിയുകയും ചെയ്തു. അപ്പോഴേക്കും എന്താ ഇവിടെ വന്ന് കിടക്കുന്നത് ജന്തർ-മന്ദറിൽ കുറേ ടീമുകൾ. എന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടാവും? ഈ പറയുന്ന മനുഷ്യർ ആരെങ്കിലും അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയോ? ഈ നേരത്തെ ഗൗതം പറഞ്ഞതുപോലെ കുറേ ആന്തോളൻ ജീവികൾ, അവരെ എവിടെ സമരം നടന്നാലും അവിടെ ഉണ്ടാകും. ഇപ്പോൾ ഈ VV രാജേഷിനെതിരെ തിരുവനന്തപുരത്ത് ചില പട്ടിപ്രേമികൾ സമരം നടത്തുന്നത് പോലെയാണ്. അതിലുണ്ടല്ലോ മറ്റേ കുറെ ടീമുകൾ എപ്പോഴും ഉണ്ടാവും. പാർക്കിംഗ് ഏരിയയിൽ ഫീസ് പിരിച്ചവൻ ഇപ്പോൾ അവിടെ നിന്നൊരു പോസ്റ്റർ പിടിച്ചോണ്ടിങ്ങനെ നിൽപ്പുണ്ട്. അപ്പോൾ അതുപോലെയുള്ള സമരജീവികൾ എക്കാലത്തും ഉണ്ടാകും. അപ്പോൾ പക്ഷേ നമ്മളിതിൽ വളരെ ഗൗരവമായി കാണേണ്ട ഒരു വിഷയം എന്ന് ഞാൻ കരുതുന്നത് ഈ സോനം വാങ്ചുക്കിനെ പോലെയുള്ള ആളുകളുടെ ഒരു പങ്കാളിത്തമാണ്. എങ്ങനെ ഇവർ വരുന്നു, എന്തിനിവർ വരുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട്. കാരണം ഈ സോനം വാങ്ചുക്കിനെ നമ്മൾ ആദ്യം കാണുന്നത് ലഡാക്കിലാണ്. അവിടുത്തെ വലിയ ജനകീയ പ്രക്ഷോഭനം എന്നൊക്കെ പറഞ്ഞിട്ടൊരു പ്രശ്നമുണ്ടാക്കുന്നത്. അതായത് 3 ലക്ഷത്തിൽ താഴെ മാത്രം ജനസംഖ്യയുള്ള ഒരു സ്ഥലത്തെ പിടിച്ചൊരു സംസ്ഥാനമാക്കണം, ആ സംസ്ഥാനത്തിന് സ്വയംഭരണ അധികാരം വേണം എന്നൊക്കെ പറഞ്ഞ് കുറേ സാധാരണക്കാരായ കുട്ടികളെ അവിടെ ഇയാൾ ഇതുപോലെ ഇളക്കി വിടുകയും വലിയ പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടാക്കുകയും ചെയ്തു. പിന്നാലെയാണ് ഇയാളുടെ യഥാർത്ഥ പണി എന്താണെന്നുള്ളത് ജനം മനസ്സിലാക്കുന്നതും ഇയാൾ വിദേശത്ത് നിന്ന് ഫണ്ട് സ്വീകരിച്ച് ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു എന്നുള്ളത് കണ്ടെത്തുകയും അത് തെളിയുകയും ചെയ്തത്. ഒടുവിൽ ഇയാളുടെ ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു. സ്ഥാപനത്തിന്റെ പേര് ഒരു NGO ഉണ്ടായിരുന്നു. അതായത് ഒരു സെക്മോൾ എന്ന് പറയപ്പെടുന്ന ഒരു സംഘടന. അവരുടെ എന്താണ് അവർ ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ പരമാധികാരത്തെ പറ്റിയൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി, കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞിട്ട് ലഡാക്കിനെ ഒരു പ്രത്യേക സംസ്ഥാനമാക്കണമെന്ന് പറഞ്ഞ അതേ ആൾ തന്നെ ഒരു വിഘടനവാദപരമായിട്ടുള്ള പഠനത്തിന് വേണ്ടിയിട്ട് ഈ പണം സ്വീകരിച്ചു എന്നുള്ളതാണ് കണ്ടെത്തുന്നത്. അപ്പോൾ അത് കൃത്യമായി കണ്ടെത്തുകയും സ്വീഡനിൽ നിന്ന് ഈ പണം എത്തിയതിൻ്റെ വഴികളടക്കം ട്രേസ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇന്ത്യാവിരുദ്ധമായിട്ടുള്ള നിലപാടിന് വേണ്ടിയിട്ട് ലഡാക്ക് പോലെ നമ്മുടെ ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു മേഖലകളെ വേർതിരിച്ച് ബംഗാളിൽ എന്താണോ മമത കാണിച്ചത് അതുപോലെ കാണിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വത്തെ അവിടെ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള പണി നടത്തിയ ആളാണ് ഇയാൾ. അപ്പോൾ ലഡാക്കിൻ്റെ പ്രാധാന്യം ഞാൻ പറയണ്ടല്ലോ. പാകിസ്ഥാനോടും ചൈനയോടും അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശം, ആ പ്രദേശത്തെ നമ്മുടെ ദേശീയ ധാരയിൽ നിന്ന് വേറിട്ട് നിർത്തുകയും അവിടെ വിഘടനവാദ പ്രവർത്തനങ്ങൾ സജീവമാക്കാൻ ശ്രമിക്കുകയും ചെയ്ത ഒരാളാണ് ഈ സോനം വാങ്ചുക്ക്. അയാൾ അതിനുശേഷം വരുന്നു, അഭിജിത് ദീപ്കയും ടീമും കൂടെ ആനയിച്ച് ഇവിടേക്ക് കൊണ്ടുവരുന്നു. 20 ദിവസം നിരാഹാരം കിടക്കുന്നു എന്നൊക്കെ പറയുന്നു. എന്തായാലും അദ്ദേഹം വെള്ളം എന്തോ കുടിക്കുന്നതുമായിട്ടൊക്കെയുള്ള ദൃശ്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയൊന്നും പറയണ്ട. അതിൽ ഏറ്റവും എനിക്ക് ശ്രദ്ധേയമായി തോന്നിയിട്ടുള്ളത് ഇദ്ദേഹത്തിന് വേണ്ടി പിന്തുണ അർപ്പിച്ചുകൊണ്ട് കുറേ സെലിബ്രിറ്റികൾ രംഗത്തെത്തി. 16 വർഷം ഇറോം ശർമിള നിരാഹാരം കിടന്ന് അവരുടെ മൂക്കിൽ കുഴലിട്ട് ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്ന നാടാണ് നമ്മുടേത്. ഈ പറയുന്ന ഈ കുറച്ചു മുമ്പ് പറഞ്ഞ ചേട്ടൻ്റെ അനിയത്തിയുടെയും അമ്മയും അമ്മൂമ്മയും ഒക്കെ ഭരിച്ച കാലത്തൊക്കെ ഈ പറയുന്ന രീതിയിൽ സമരം കിടന്നൊരു ആളാണ്. അന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ അന്ന് അഫ്സ്പ പിൻവലിക്കാൻ കേന്ദ്ര സർക്കാരായി BJP കേന്ദ്രത്തിൽ വരേണ്ടി വന്നു. അതിനെപ്പറ്റി ആരും പറയുന്നില്ല. അപ്പോഴാണ് 20 ദിവസം നിരാഹാരം കിടന്നു എന്ന് പറയുന്ന ഈ സോനം വാങ്ചുക്കിൻ്റെ കാര്യം പറയുന്നത്. അപ്പോൾ അതിന് പിന്നാലെയാണ് നേരത്തെ ആദ്യം ചൂണ്ടിക്കാട്ടിയതുപോലെ എന്ത് സംഭവിക്കുന്നത്? ഈ ചൈന ബന്ധം ഇവിടെ ചർച്ചയാകുന്നത്. അപ്പോൾ ലഡാക്കിനെ വേർപെടുത്താൻ വേണ്ടി ശ്രമം നടത്തിയ ഒരാൾ, ലഡാക്കിൽ ഒരു വിഘടനവാദം കൊണ്ടുവരാൻ ശ്രമം നടത്തിയ ആൾ, അവർക്ക് പിന്തുണയുമായി ചൈനയുടെ ഈ പറയുന്ന രീതിയിൽ അവിടെ കയറി ഗിഫ്റ്റും വാങ്ങിച്ചുകൊണ്ട് വരുന്ന കുറേ നേതാക്കൾ കൂടി എത്തുമ്പോൾ ഇതിന് പിന്നിലുള്ളൊരു അന്താരാഷ്ട്ര ഗൂഢാലോചന എന്താണ് എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു വ്യക്തത വരും. ആ ഗൂഢാലോചനയാണ് നമ്മൾ ഭയക്കേണ്ടത്. പക്ഷേ സ്വാഭാവികമായും നമ്മുടെ രാഷ്ട്രത്തിൻ്റെ കരുത്ത് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ തന്നെയാണ്. അവരെന്നും ഇത്തരത്തിലുള്ള ശ്രമങ്ങളെ തോൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും ഈ പറയുന്നത് പോലെ ഉണ്ടയില്ലാ വെടി ഒരു കോമഡി ആയി തീർന്നു.